ഹായ് ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നലെ എന്തായാലും സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി തീരുമാനിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ കേസ് ഫയൽ ചെയ്യാനുള്ള പൈസ, ആ വക്കീലിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണിമംഗലത്ത് അവൾ കുറച്ച് സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രിയങ്ക അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ ആഭരണങ്ങൾ കിട്ടി, അതിൽ നിന്ന് ഒരു ആഭരണം തന്നെ കിട്ടിയാൽ മതി അവർക്ക് കേസ് വാദിക്കാൻ. അപ്പോൾ കണിമംഗലത്ത് പോയിട്ട് ആ ആഭരണം നേരിട്ട് അവരോട് ചോദിച്ചാൽ അവരെ തല്ലി ഇറക്കും എന്ന് എന്തായാലും സുകുമാരിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സുകുമാരി അവളെ അവിടെ അങ്ങനെ നേരിട്ട് പോയി ചോദിക്കേണ്ട, അല്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും നമുക്ക് നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുതിയ വഴികളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം മിക്കവാറും ഇവരിങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ഈ കൽപ്പനോടും ഉർവശിനോടും മെല്ലെ ഒന്ന് ചോദിച്ചിട്ട് അവരോട് എടുത്തു തരാൻ പറയാം. കാരണം ഈ വരുണിനും രാധികയ്ക്കും എതിരെ കേസ് കൊടുക്കാനാണെന്നൊക്കെ അവരോട് പറഞ്ഞാൽ അവർ ഈ എടുത്തു ചാടി എന്തായാലും സഹായിക്കുന്ന അവർക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ഇവർക്കെതിരെ എന്ത് ചെയ്യാനും ഇവർ കൂടെ നിൽക്കുമെങ്കിലും, പക്ഷേ ഇവർ കാര്യമായിട്ട് അവരെ കൂടെ ഒപ്പത്തിന് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവർ അതിന് ചെറിയൊരു സപ്പോർട്ടൊക്കെ തരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഇവർ നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പ്ലാൻ ചെയ്യണം. എന്തായാലും പ്രിയങ്ക അവിടെ പോയിട്ട് ആ ആഭരണപ്പെട്ടി ഈ കൽപ്പനോട് ഉർവശിനോട് അവൾക്ക് പുറത്തേക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ട് അവൾ എന്തായാലും ഉദ്ദേശിക്കുകയാണ്. പിന്നെ സുകുമാരി മുത്തശ്ശിയാണെങ്കിൽ സുകുമാരി മുത്തശ്ശിയുടെ കമ്മൽ വിറ്റിട്ട് ആ ഒരു എമൗണ്ട് വെച്ചിട്ട് അവർക്കൊരു അഡ്വാൻസൊക്കെ കൊടുത്ത് കേസ് എന്തായാലും വാദിക്കാൻ പോകാം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കണം. അപ്പോൾ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്യാൻ രണ്ട് വഴിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ കണിമംഗലത്ത് പോയിട്ട് നേരെ കൽപ്പനയോട് ഉർവശിനോട് സഹായങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ ആഭരണം കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാല കിട്ടിയാൽ തന്നെ അവർക്ക് കേസ് വാദിക്കാനുള്ളതായി എന്നുള്ള നല്ല ധാരണ ഉള്ളതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ കൈക്കലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ആ ഭാഗത്ത് പോകാനും, മറ്റേ ആൾ അവരെ കമ്മൽ വിറ്റ് അതുകൊണ്ട് കിട്ടുന്ന എമൗണ്ടിൽ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് ആ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇത്രയും ആ ഒരു കമ്മൽ പോലും, ആകെയുള്ള മുത്തശ്ശിയുടെ കമ്മൽ പോലും ഈ പ്രിയങ്കയ്ക്ക് വേണ്ടി വിറ്റ് അത് ആ എമൗണ്ട് വെച്ചിട്ട് ഇവർക്ക് കേസ് വാദിക്കാൻ തയ്യാറായല്ലോ എന്നുള്ള രീതിയിൽ പ്രിയങ്ക ഭയങ്കര സന്തോഷത്തിൽ മുത്തശ്ശിനോട് ഇങ്ങനെ നന്ദി പറയുന്നുണ്ട്. ആകെയുള്ള ഒരു ആഭരണമാണ്, അത് എനിക്ക് വേണ്ടിയിട്ടാണ് മുത്തശ്ശി വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ഈ ആഭരണങ്ങൾ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ പ്രിയങ്ക മോളുടെ സന്തോഷമാണ്, അവൾക്ക് നേടിക്കൊടുക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവൾക്ക് വേണ്ടിയിട്ടാണ് ത്യാഗം ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് സുകുമാരി മുത്തശ്ശി അവളോട് സംസാരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തായാലും പ്രിയങ്ക നല്ല ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അപ്പം പ്രിയങ്ക മുത്തശ്ശിക്കുള്ള ഒരു സ്നേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുകുമാരി മുത്തശ്ശിനോട് പ്രിയങ്ക പറയുന്നുണ്ട്, പ്രിയങ്ക എന്തായാലും വലിയ ആളായിട്ട് ഈ മുത്തശ്ശിനെയും കൂടിയിട്ട് തന്നെ ആ ഒരു സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഭയങ്കര റിച്ചാക്കി മാറ്റും എന്നൊക്കെ അങ്ങനെ ഇവർക്കും ഇങ്ങനെ പ്രതീക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ സുകുമാരി ഇങ്ങനെ തമാശയിൽ പറയുന്നുണ്ട്, നീ വലിയ ആളാകുമ്പോൾ എന്തായാലും എന്നെ മറന്നു പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടൊക്കെ. ഇവരെ പ്രതീക്ഷ എന്ന് പറയുന്നത് കണിമംഗലത്ത് പോയി ആ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. എന്തായാലും നടക്കാത്ത കാര്യങ്ങളാണ്. ഇവർ ഈ എമൗണ്ടൊക്കെ കളയാൻ പോകുന്നത് ഒരിക്കലും ഒരു പോസിബിളായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയല്ല എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇവർ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുകയാണ്. അവൻ പ്രിയങ്ക നേരെ കണിമംഗലത്ത് ഇറങ്ങുന്നുണ്ട്. മുത്തശ്ശി ആ കമ്മൽ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. കണിമംഗലത്താണെങ്കിൽ നമ്മുടെ വരുണും രാധികയും കൂടി ഇങ്ങനെ ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. വരുണ് ഓഫീസിൽ പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്നുണ്ട്. രാധികയാണെങ്കിൽ അവനുള്ള ഭക്ഷണമൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ അവന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവൻ ഇവന് ഇറങ്ങാൻ നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവന് വേണ്ടെന്ന് പറയുകയാണ്. കാരണം ഭക്ഷണം കഴിക്കാനുള്ള ടൈം എന്തായാലും ഓഫീസിലൊന്നും ഉണ്ടാവില്ല, പിന്നെ വെറുതെ ഇതൊക്കെ കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഈ സംസാരം കേട്ട് എന്തായാലും പത്മിനിയും നമ്മുടെ ജയഭാരതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് വരികയാണ്. അപ്പോൾ ഇവള് രാധിക പറയുന്നുണ്ട്, കണ്ട മുത്തശ്ശി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കില്ല എന്നൊക്കെ പറയുന്നത്, അത് കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു പറയുന്നുണ്ട്, അതിനാര് പറഞ്ഞു ഞാൻ കഴിക്കില്ല എന്ന്. പക്ഷേ ഞാൻ ഇതും കൊണ്ടുപോയാൽ അവിടെ നിന്നൊന്നും ആരും വിളമ്പിത്തരാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അത് കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ പറയണേ. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള മട്ടിലാണ് ഇവൻ സംസാരിക്കുന്നത്. പക്ഷെ അത് കേട്ടിട്ട് രാധികയ്ക്ക് ഒരു ചെറിയൊരു വിഷമമൊക്കെ വരികയാണ്. കാരണം അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം അവന് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ചിട്ട് തന്നെ അവൾക്ക് ചെറിയൊരു വിഷമം വരുന്നുണ്ട്. പക്ഷേ വരും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നീയും കൂടി ഓഫീസിൽ പോരും, നമുക്ക് രണ്ടാക്കും കൂടി ഓഫീസിൽ പോയിട്ട് നീ എനിക്ക് വിളമ്പി തന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ
രാധിക പറയുന്നുണ്ട് അതിനവിടെ സ്റ്റാഫില്ലേ അവരോട് ആരോടെങ്കിലും വിളമ്പിത്തരാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവന് സമ്മതിക്കുന്നില്ല. അവന് എന്തായാലും പത്മിനോടും സുകുമാര മുത്തശ്ശിനോടൊക്കെ ഇങ്ങനെ സോപ്പിട്ട് അവളെയും കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അവനൊരു ചെറിയ വാശിയൊക്കെ പിടിക്കുകയാണ്. പക്ഷെ രാധികയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല. ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ അവിടെ പോസ്റ്റായി നിൽക്കും. ഇവനെന്തായാലും ഓഫീസ് വർക്കൊക്കെ ഉണ്ടാവും, പക്ഷെ അവൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഉച്ചവരെ അവിടെ പോസ്റ്റായി വെറുതെ വായി നോക്കി നിൽക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യത്തിൽ ഇവൾക്ക് ചെറിയൊരു മടുപ്പ് വരികയാണ്. അപ്പോൾ വേണ്ട ഞാനില്ല അവിടെ വെറുതെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ഇപ്പം പറയുന്നുണ്ടെങ്കിലും ഇപ്പം പറയുന്നുണ്ട് അത് നമ്മൾ അവിടെ ഓഫീസിൽ തന്നെ നിൽക്കണ്ടല്ലോ, കുറച്ച് നിനക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പുറത്തൊക്കെ പോയി കറങ്ങുക എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇവൻ സംസാരിക്കുകയാണ്. അപ്പോൾ പിന്നെ രാധികനോട് ജയഭാരതി മുത്തശ്ശിയും പറയുന്നുണ്ട്, പത്മിനിയും പറയുന്നുണ്ട് എന്തായാലും നീ അവൻ്റെ കൂടെ പൊക്കോ, അവൻ വിളിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് രാധികനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ രാധിക പോയി കഴിഞ്ഞാൽ ഉള്ള സമയത്തായിരിക്കും എന്തായാലും പ്രിയങ്ക വരുന്നത്. അത് പ്രിയങ്കയ്ക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു സമയമായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും പ്രിയങ്ക അങ്ങോട്ട് വരുന്നുമുണ്ട്. ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാനും നിൽക്കുകയാണ്. അങ്ങനെ ഇവരെന്തായാലും അവിടെ നിന്ന് പോവുകയാണ്, കാറിലേക്ക് കയറി അവർ പോവുകയാണ്. പിന്നെ അവിടെ ആകെയുള്ളത് കൽപ്പന ഉർവശിയുണ്ട്, പിന്നെ പത്മിനി നമ്മുടെ ജയഭാരതി മുത്തശ്ശിയാണല്ലേ. അപ്പോൾ അവിടെ പ്രതികരിക്കാൻ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ ജയഭാരതി മുത്തശ്ശി മാത്രമാണ്. പത്മിനിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി വരാനും പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഫേക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ അത്രക്ക് പവർഫുൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ആകെ ഇനി പ്രതീക്ഷ തിരിഞ്ഞാനുള്ള ഒരാളുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ജയഭാരതി മുത്തശ്ശിയാണ്. എന്തായാലും ഇവർ കാറ് കയറി പോകുന്ന സമയത്തായിരിക്കും പ്രിയങ്ക ഇങ്ങനെ കണിമംഗലത്തേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവർ പോകുന്നത് കണ്ടിട്ട് പെട്ടെന്ന് പ്രിയങ്ക അവിടെ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുകയാണ് എന്തായാലും അവിടുന്ന് വരുണും രാധികയും കൂടി പോയിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അവൾ അവിടുന്ന് മെല്ലെ ഇങ്ങനെ പോയി കണിമംഗലത്തിൻ്റെ ഗേറ്റ് വരെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കയറാൻ അവൾക്ക് ചെറിയൊരു പേടിയുണ്ട്. മുട്ടുകാല് തല്ലിയെടുക്കുന്നുള്ള നല്ല പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ അവൾ ആ ഒരു പണിക്കൊന്നും എന്തായാലും നിൽക്കുന്നില്ല. നേരെ അവിടെ എത്തിയിട്ട് കൽപ്പനക്ക് ഉർവശിക്കും കൂടി എൻ്റെ വിളിക്കുകയാണ്. അപ്പം കൽപ്പനയുടെ ഫോണിലാണ് വിളിക്കുന്നത്. അപ്പോൾ കൽപ്പന ഫോൺ എടുത്തിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് കാര്യം അങ്ങ് പറയുകയാണ്. ഒരുപാട് ഇങ്ങനെ നേരം അവിടെ കയറി ടോപ്പിക്ക് പറയാതെ അവൾ പെട്ടെന്ന് കണിമംഗലത്തിൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ട് വരാൻ പറയുകയാണ്. അപ്പോൾ എന്തിനാ എന്താ എന്നൊന്നും പറയാതെ പെട്ടെന്ന് അവരോട് അങ്ങ് വരാൻ പറയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ട്. എന്തിനായിരിക്കും ഇപ്പോൾ അങ്ങോട്ട് വിളിപ്പിച്ചത് എന്നുള്ളൊരു ധാരണയിൽ ഇവർ രണ്ടുപേരും അങ്ങ് പോവുകയാണ്. അവൻ പോയി കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ അവളോട് ചെറിയൊരു ദേഷ്യമൊക്കെ വെക്കുന്നുണ്ട്. കാരണം അത്രയും കള്ളൊക്കെ പറഞ്ഞ് എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് കഴിഞ്ഞിട്ടും അവർക്ക് അവരെല്ലാം അഭിനയമായിരുന്നു എന്ന് അവളോടെങ്കിലും പറയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിലൊക്കെയാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. അപ്പോൾ ആരും കാണാതെ കണിമംഗലത്തുള്ള ആരും കാണാതെയാണ് ഇവർ ഗേറ്റ് കടന്ന് പോകുന്നത്. അപ്പോൾ ഗേറ്റ് കടന്ന് കഴിഞ്ഞിട്ട് ഇവളൊരു ചെടിയുടെ മറവിലൊക്കെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവളോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, എന്താ ഒരു കാര്യം ഞങ്ങളോടെങ്കിലും പറയായിരുന്നു, നിനക്ക് ഭ്രാന്തില്ലാതെ നീ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയായിരുന്നല്ലോ, അപ്പം ഞങ്ങളുടെ മുന്നിലെങ്കിലും നിനക്ക് സത്യം പറയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവൾ ആ ഒരു വില്ലത്തിയുടെ ക്യാരക്ടറൊന്നും എടുക്കാതെ ഒരു മഴത്തിലിങ്ങനെ സംസാരിക്കാണ്. അപ്പം പ്രിയങ്ക പറയുന്നുണ്ട് അത് പിന്നെ എനിക്ക് യഥാർത്ഥ ബുദ്ധി തിരിച്ചു വന്നത് മുത്തശ്ശി എന്നെ തല്ലിയപ്പോഴാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ ഒട്ടും വിശ്വസിക്കുന്നില്ല. ഇവർ പറയുന്നത് അയ്യടാ നീ പറയുന്നതൊക്കെ ഞങ്ങൾ പെട്ടെന്നങ്ങ് വിശ്വസിക്കാം, നിനക്ക് അപ്പോഴൊന്നുമല്ല നിനക്ക് അതിന് മുന്നേ ബുദ്ധിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ സമ്മതിച്ച് കൊടുക്കുന്നില്ല. എനിക്ക് ശരിക്കും ഭ്രാന്തായിരുന്നു, പക്ഷേ ഞാൻ ആ സമയത്താണ് എൻ്റെ മൈൻഡൊക്കെ റെഡി ആയത് എന്നൊക്കെ പറയാണ്. പക്ഷേ എന്തായാലും ഇവളെ കള്ളം അവരൊന്നും വിശ്വസിച്ചിട്ടില്ല. കാര്യങ്ങൾ എന്തായാലും അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആ ഒരു വഞ്ചന കാണിച്ചതിലുള്ള പരിഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക എന്തായാലും ടോപ്പിക്കിലേക്ക് വരികയാണ്. അപ്പം ടോപ്പിക്കിൽ വന്നിട്ട് ഇവൾ പറയുന്നുണ്ട് അവൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആഭരണങ്ങളും കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് പോകാനാണ്, നിങ്ങൾ എടുത്തു തരണം എന്നൊക്കെ പറയുമ്പോൾ അവർ നിഷേധിക്കുകയാണ്. അയ്യടാ നിനക്ക് എങ്ങനെ അതൊക്കെ എടുത്തു തന്നു കഴിഞ്ഞാൽ അവർക്ക് അവരിന്ന് പുറത്താക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഇവിടുന്ന് പുറത്താക്കി സ്വന്തം വീട്ടിൽ പോലും കയറ്റത്തില്ല. അതുകൊണ്ട് ഇവർക്കാണെങ്കിൽ നേരെ ഇവിടുന്ന് ഇറങ്ങിയത് കൊണ്ട് ആറ്റുവാശ്ശേരിയിലെങ്കിലും കയറി ചെല്ലാം. പക്ഷേ അവരതുപോലെയൊന്നും അല്ല, അവൾക്ക് എവിടെ എത്താൻ കഴിയില്ല, അവർ തെരുവിൽ തെണ്ടേണ്ടി വരും എന്നുള്ള നല്ല ബോധമുള്ളതുകൊണ്ട് തന്നെ അവരത് നിഷേധിക്കുകയാണ്, ഞങ്ങൾ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പ്രിയങ്ക ഇങ്ങനെ പറയുന്നുണ്ട് അതിന്
നിങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കണം. കാരണം അത് എന്തിനുള്ളതെന്ന് വെച്ചാൽ ഈ വരുണിനും രാധികയ്ക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള സത്യങ്ങളൊക്കെ എന്തായാലും ഇവരോട് ഷെയർ ചെയ്യാണ്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് എന്തായാലും ഒരു സോഫ്റ്റ് കോർണർ വരികയാണ്. സോഫ്റ്റ് കോർണർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പൈസ കൊണ്ടെങ്കിലും ആ വരുണ് രാധിക ഒന്ന് കുടുങ്ങട്ടെ എന്നുള്ളൊരു മട്ടിലാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർക്ക് ആ കാര്യം കേൾക്കുമ്പോൾ അവരെ കണ്ണൊക്കെ ഒന്ന് വിടരുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എങ്ങനെ ഇപ്പോൾ പൈസയും ആഭരണങ്ങളും ഡ്രസ്സുകളൊക്കെ നിനക്ക് കിട്ടുക, എന്തായാലും അവർ നേരിട്ട് അങ്ങ് കൊണ്ടുപോയി കൊടുത്താൽ അത് പ്രശ്നമാകും, ഇവരെ പുറത്താക്കും എന്നുള്ള നല്ല ധാരണ ഇവരെ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട് നേരെ അമ്മയുടെ അടുത്ത് പോയി അങ്ങ് ചോദിക്ക്. അവരുടെ എന്തായാലും നീ ഇവിടെ നിന്ന് ഉപയോഗിച്ച് പോയല്ലേ, അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ തിരിച്ച് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് നീ ഒരു കാര്യത്തിനും പേടിക്കാതെ നേരിട്ട് അങ്ങ് കയറി ചെന്നിട്ട് അമ്മനോട് അവരെ ചോദിക്കും. ബാക്കിയുള്ള കാര്യത്തിൽ കുറച്ച് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള മട്ടിൽ ഇവരിങ്ങനെ സംസാരിക്കണം. അപ്പോൾ ആ കാര്യം പറയുമ്പോൾ എന്തായാലും പ്രിയങ്കയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട്. അവൻ പ്രിയങ്ക പറയുന്നത് മുത്തശ്ശി കണ്ടാലേ എന്നെ തല്ലി ഒടിക്കുന്നതിന് നല്ല ബോധമുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ ഒരു കാര്യമില്ല, നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. കാരണം നിന്നെ ഇവർ നാട്ടിൽ ഓടിപ്പിച്ചതായതുകൊണ്ട് തന്നെ നിൻ്റെ സാധനങ്ങൾ ഇവിടെ വേണ്ട എന്നുള്ള ചിന്താഗതിയൊക്കെ അവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, നീ വേഗം തന്നെ കയറി ചെന്ന് നിൻ്റെ വസ്ത്രങ്ങളോ ആഭരണങ്ങളൊക്കെ തിരിച്ച് ചോദിച്ചാൽ മതി, അപ്പോൾ അമ്മ വേഗം എടുത്ത് തരും എന്നൊക്കെ ഇവളോട് ഇങ്ങനെ ഇവരെ ഒരു സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇവർ വേഗം കണിമംഗലത്ത് കയറി പോവാണ്. അപ്പം ഇവർ കയറി പോയി കഴിഞ്ഞതിന് ശേഷം ഇവൾ അങ്ങനെ കണിമംഗലത്തേക്ക് മെല്ലെ ഇങ്ങനെ കയറി വീടിൻ്റെ അകത്ത് കയറി സമയത്ത് തന്നെ പത്മിനി അവളെ കാണാം. പത്മിനി ഈ വീട്ടിൽ കയറി പോകരുത്, നിൻ്റെ കാല് തല്ലി ഓടിക്കും എന്നൊക്കെ അങ്ങനെ ഇവളോട് പറയുന്നുണ്ടെങ്കിൽ ഇവൾ അത്രയ്ക്ക് വലിയ പതർന്നൊന്നും ഇല്ലെങ്കിലും അവൾ ആ വില്ലത്തി ക്യാരക്ടറൊന്നും എടുക്കാതെ ഒരു മയത്തിൽ ഇങ്ങനെ സംസാരിക്കണം. അമ്മേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പത്മിനി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അവളെ വിശ്വസിച്ചതും ബാക്കിയുള്ളവരൊക്കെ തള്ളി പറഞ്ഞ സമയത്ത് എല്ലാം കൂടെ നിന്നതും എല്ലാം പത്മിനിയായിരുന്നു. പക്ഷേ ആ പത്മിനീനെ വരെ നീയും നിൻ്റെ മുത്തശ്ശിയും കൂടിയിട്ട് ചതിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആദ്യം സ്നേഹിച്ചതിൻ്റെ എല്ലാ ദേഷ്യവും എന്തായാലും പത്മിനി അവളോട് നന്നായിട്ട് തീർക്കുകയാണ്. പക്ഷേ അവളിങ്ങനെ ഓരോന്നിങ്ങനെ മെല്ലെ സോപ്പിടുന്നു. അമ്മേ ഞാൻ അമ്മയുടെ മരുമകളാകാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്ക് എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഇവളിങ്ങനെ സംസാരിക്കണം. പക്ഷേ പത്മിനിക്ക് അവളുടെ സംസാരത്തിൽ എന്തായാലും ഇപ്പോൾ വലിയ ഒരു പ്രത്യേകിച്ചൊന്നും തോന്നാനൊന്നുമില്ല. പത്മിനി അത്ര പെട്ടെന്ന് ഇനി ക്യാരക്ടർ മാറ്റൊന്നുമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം പത്മിനിക്ക് നല്ല 8ൻ്റെ പണി ഇവർ തിരിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും വിശ്വസിക്കാത്ത മട്ടിലാണ് പത്മിനി നിൽക്കുന്നത്. എങ്കിലും പത്മിനിക്ക് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിച്ചത് മനസ്സിലാക്കാനുള്ള ഒരു പവർ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പേടിക്കാം. കാരണം ഈ ആഭരണങ്ങൾ ഇവളങ്ങ് നേരിട്ട് ഇവരോട് ചോദിക്കുകയാണ്. പക്ഷേ പത്മിനി ആ ആഭരണങ്ങളോ വസ്ത്രങ്ങളൊന്നും തരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പ്രതിരോധിക്കുകയാണ്, അത് തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ സമയത്ത് പെട്ടെന്ന് ഈ ഉർവശിയും കൽപ്പനയൊക്കെ കയറി വന്നിട്ട് ഇവളിങ്ങനെ വഴക്ക് പറയുന്ന പോലെ അങ്ങനെ അഭിനയിക്കാം. ഉള്ളിൽ എന്താണെങ്കിലും പുറത്ത് അവർ വേറെ കാര്യങ്ങളിലാണ് അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവർ ഈ പ്രിയങ്കനോട് ഭയങ്കര ശത്രുതയുള്ള പോലെയൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്, എത്ര ധൈര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കൂടെ ഇങ്ങനെ ഇവളോട് ദേഷ്യപ്പെടുന്നതൊക്കെ കാണുമ്പോൾ പത്മിനി പെട്ടെന്ന് അതിൽ ഫ്ലാറ്റ് ആവുന്നുണ്ട്. പത്മിനി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവർക്ക് എത്രയും സ്നേഹമാണ് കുടുംബത്തിനോട്, എന്തായാലും ഇവളോടുള്ളൊരു ദേഷ്യമെങ്കിലും ഇവർക്കുണ്ടല്ലോ എന്നുള്ള മട്ടിലൊക്കെയാണ് പത്മിനി നിൽക്കുന്നത് തന്നെ. പത്മിനി പറയുന്നുണ്ട്, കണ്ടോ ഇവർ എത്ര വില്ലന്മാരാണെങ്കിലും ഇവർ എത്ര ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും നിന്നോട് വരെ ഇവർക്ക് ദേഷ്യമാണ് എന്നുള്ള രീതിയിൽ ഈ പ്രിയങ്കനോടൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ പ്രിയങ്കക്കും ഇവരെ പറ്റി ഇങ്ങനെ നല്ല പറയുമ്പോൾ തന്നെ പ്രിയങ്കക്ക് ഓടുകയാണ്. കാരണം ഇവരെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് നല്ല ധാരണയുള്ള ഒരാളാണ് ഈ പ്രിയങ്ക. അവളുടെ മുഖത്ത് അത് ചെറുതായിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, ഒരു പുച്ഛഭാവമൊക്കെ അവളുടെ മുഖത്ത് അങ്ങനെ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവളിങ്ങനെ കാര്യം പറയുന്നത് കേട്ടിട്ട് ഈ കൽപ്പന ഉർവശിയും കൂടി മെല്ലെ എന്ത് കാട്ടുമെന്ന് പറഞ്ഞാൽ ഈ പത്മിനിയോട് പറയും, അമ്മേ ആ ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ ഇവളുടെ മുഖത്തങ്ങ് എറിഞ്ഞു കൊടുക്ക്. കാരണം ഇവിടുന്ന് ഉപേക്ഷിച്ചതാണ്, ഇവരെ വേണ്ടെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ പിന്നെ ഇവളുടെ ഒരു സാധനം നമുക്ക് വേണ്ട, അങ്ങനെയുള്ള ഒരു ഗതികേടൊന്നും കണിമംഗലത്തിനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എറിഞ്ഞ് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പത്മിനി ആദ്യമൊന്നും ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിലും പിന്നെ പത്മിനി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ എടുത്തു തരാം, കാരണം നിൻ്റെ യാതൊരു ആവശ്യം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, അപ്പോൾ നിൻ്റെ ഒരു സാധനങ്ങളും ഞങ്ങൾക്ക് വേണ്ട, ഞാൻ എടുത്തു തരാം, എന്തായാലും നിങ്ങൾ രണ്ടുപേരും അവളുടെ ആഭരണം ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് വലിച്ച് എറിഞ്ഞ് കൊടുക്കുക അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം. പക്ഷെ പത്മിനി പെട്ടെന്ന് അങ്ങ്
ഇവരെ പ്ലാനിങ് എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ഇവരെന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഒന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിയല്ല പത്മിനിയുടെ ഉള്ളത്. പത്മിനി പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ വിശ്വസിക്കുന്നൊരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പത്മിനി അതിൽ വീണ് പോവാണ്. ആ സമയത്താണെങ്കിൽ ഇവർ ജയഭാരതി മുത്തശ്ശി അവിടെ ഇല്ല. ജയഭാരതി മുത്തശ്ശി എങ്ങാനും വന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ നമുക്ക് വെക്കാം. പക്ഷേ ജയഭാരതി മുത്തശ്ശി ഇപ്പം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രിയങ്കയ്ക്കും ചെറിയൊരു ആശ്വാസമുണ്ട്, കൽപ്പനയ്ക്കും ഉർവശിക്കും നല്ല ആശ്വാസമുണ്ട്. എന്തായാലും അവർ നേരെ ഈ ആഭരണങ്ങളും സ്വർണ്ണങ്ങളൊക്കെ കൊണ്ട് ഈ പ്രിയങ്കയ്ക്ക് നേരിട്ട് അങ്ങ് വന്ന് കൊടുക്കണം. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് എന്താ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഇനി ഇതാ നിൻ്റെ ആഭരണങ്ങൾ, ഇനി എന്തായാലും ഈ വീട്ടിലേക്ക് കയറി പോകരുത്, നീ എന്തായാലും പുറത്തിറങ്ങി നിൽക്കും, പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് തരാം, ഇവിടെ അകത്ത് നീ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അവൾ ആ വീട്ടിൽ നിന്ന് അങ്ങ് മെല്ലെ പുറത്താക്കാണ്. ഇവൾ നേരെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങാണ്. ആ മുറ്റത്തേക്ക് ഇവർ ആഭരണപ്പെട്ടി ഇതൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഇത് സ്വീകരിച്ചോ, എന്തായാലും ഞങ്ങൾക്ക് നിൻ്റെ ഒരു കാര്യങ്ങളും വേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് പത്മിനി ഇങ്ങനെ സംസാരിക്കുന്നത്. പ്രിയങ്കക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പത്മിനി അറിയുന്നില്ല ആ ഒരു ആഭരണം എന്തിനാ ഉപയോഗിക്കുന്നത് ഇവളെന്ന്. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ തന്നെ അത് എടുത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു ശരിക്ക്. അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാം, ഇവളിങ്ങനെ ആഭരണം ചോദിക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അച്ഛനോട് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ വേണമെങ്കിൽ പറയാമായിരുന്നു, അവരോട് വേണമെങ്കിൽ എതിരെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ്ങിനായിരിക്കും ആഭരണം കൊടുക്കേണ്ടത്. കാരണം അച്ഛനുണ്ടാക്കി കൊടുത്തല്ല, അവിടെ അച്ഛൻ്റെ വേറെ മകളുണ്ടല്ലോ, അപ്പോൾ അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നി. ഈ അച്ഛനെ വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവർക്കൊരു ചെറിയൊരു സൂചന കിട്ടിയിരുന്നു, അത് കൊടുക്കണ്ട എന്നുള്ള കാര്യം എന്തായാലും അച്ഛൻ പറയുന്ന ഉറപ്പാണ്. പക്ഷേ നമ്മുടെ പത്മിനി അത്ര അങ്ങ് ചിന്തിക്കുന്നൊന്നുമില്ല. അവരിത് നേരിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രിയങ്കയ്ക്ക് നല്ല കോളടിച്ചിരിക്കുകയാണ്. അവളുടെ മനസ്സിലിങ്ങനെ ഭയങ്കര പ്രതീക്ഷകളും, കൂടാതെ അവൾക്ക് ഒറ്റക്കല്ല, അവളെ കൂടെ നിൽക്കുന്ന ആ രണ്ട് സാധനങ്ങളും ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. ആര് ഈ ഉർവശിയും കൽപ്പനയും കൂടിയിട്ട്. അപ്പോൾ അവർക്ക് ആഭരണം നീട്ടുന്ന സമയത്ത് ഇവൾ ഭയങ്കര ആർത്തിയിൽ അതങ്ങ് കയറി എടുക്കണം, അവൾ കൈ വെക്കണം ആഭരണപ്പെട്ടിക്ക്. ആ സമയത്ത് നമ്മുടെ ജയഭാരതി മുത്തശ്ശി അങ്ങ് വന്നിട്ട് അവളെ അങ്ങ് തടയാണ്. അപ്പോൾ പിന്നെ ഒരു സമാധാനം, എന്തായാലും ഇനി അവൾ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള ചെറിയ പ്രതീക്ഷ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശി അന്വേഷിക്കുകയാണ്. ആ പത്മിനി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവർ ആഭരണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്, നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കതൊക്കെ എടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ പത്മിനി സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ ഈ ആഭരണങ്ങളൊന്നും തരാൻ ഇവിടുന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അങ്ങ് സംസാരിക്കുന്ന ഭാഗത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ നമ്മുടെ സുകുമാരി മുത്തശ്ശി അവരെ കമ്മൽ വിൽക്കാനൊക്കെ പോയല്ലോ. അപ്പോൾ കമ്മൽ വിൽക്കാൻ പോയി നേരെ ആ പൈസയും കൊണ്ട് അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അഡ്വക്കേറ്റ് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ വേറൊരു അഡ്വക്കേറ്റിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇയാൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ആരതി അവിടെ കോടതിയിലുണ്ട്. അപ്പം ആരതി ഇതൊക്കെ ഇങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെറുതെ കുശലം സംസാരിച്ച് ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ സുകുമാരി മുത്തശ്ശിനെ ആരതിക്കിட்ட കണ്ണിൽ പെടുന്നത്. അപ്പോൾ ആരതി മെല്ലെ മാറി നിന്നിട്ട് ഇങ്ങനെ എന്തിനാണ് ഇവർ വന്നത് എന്നിങ്ങനെ മെല്ലെ ശ്രദ്ധിക്കുകയാണ്. കാരണം ഇവർ കോടതിയിൽ ഈ വക്കീലിനെ കാണാൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കുരുട്ടുബുദ്ധി ഉണ്ടാവുമെന്ന് ഈ ആരതിക്ക് ഊഹിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് പിടി കിട്ടിയതുകൊണ്ട് തന്നെ ആരതി അവിടെ ഉണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ വേണ്ടി അവരൊരു തൂണിന് പിറകിലിങ്ങനെ ഒളിച്ച് നിൽക്കണം. ഒളിച്ച് നിന്നിട്ട് ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട്, ഇതെന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആരതി ഇങ്ങനെ വീക്ഷിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ അഡ്വക്കേറ്റിനെ അന്വേഷിക്കുകയാണ്, അവർ എവിടെയാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും അവർ താനെ എന്നൊക്കെ ഇങ്ങനെ ഈ അഡ്വക്കേറ്റ് ഇങ്ങനെ ഇയാളോട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിനോട്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഒരുപാട് സമയമുണ്ടല്ലോ, ചായ കുടിക്കാനുള്ള സമയം വരെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആരതി എന്തായാലും കേൾക്കണം. അപ്പോൾ ആരതി പെട്ടെന്ന് ഇനി നമ്മുടെ വരുന്നതിന് രാധയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുമോ എന്താണെന്നൊന്നും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ വരുണും രാധികയും പിന്നെ അറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോളും.
കിട്ടുന്ന ആഭരണം കൊടുക്കരുതെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ചാൻസ് എന്തായാലും ഉണ്ട്. പക്ഷെ ആരതി വിളിക്കോ എന്താന്ന് നമുക്ക് നോക്കാം. കാരണം ആരതി എന്തായാലും ആ ഒരു കാഴ്ച കണ്ടിരിക്കുകയാണ് മുത്തശ്ശി അവിടെ കയറി കൂടിയത്. അപ്പോൾ ഒരു കേസോ എന്തോ ഒന്ന് ഫയൽ ചെയ്യാൻ വന്നതാണെന്നുള്ള നല്ല ധാരണ ആരതിക്ക് ഉണ്ട്. പക്ഷേ ആരതി വിളിക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഇനി അടുത്ത ദിവസത്തിൽ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ആരതിയുടെ ആ വിളി എന്തായാലും ഇവർ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഈ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും ആരതി അറിയാനുള്ളൊരു ചെറിയ ചാൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ആരതി എല്ലാം അറിഞ്ഞിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയം ആരതിക്കുണ്ട്. പിന്നെ ആ നിയമപരമായിട്ട് നീങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ആരതിക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇനി എന്താ ആരതി ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും അവർക്കുള്ള ആഭരണപ്പെട്ടി കൊടുക്കില്ല എന്ന് ജയഭാരതി മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവർക്ക് ആ പ്രതീക്ഷ ഇനി അസ്തമിക്കുകയാണ്. അവർക്ക് എന്തായാലും ഇനിയിപ്പോൾ പ്രിയങ്ക അവിടെ നിന്ന് വാശി കാണിച്ചിട്ടും കാര്യമില്ല. ഈ ജയഭാരതി മുത്തശ്ശിയാണ് ആള്. പെട്ടെന്ന് അങ്ങനെ അങ്ങ് എടുത്തു കൊടുക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. ഇനി വേണമെങ്കിൽ ജയഭാരതി മുത്തശ്ശിക്ക് പറയാം, അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കൊടുക്കാൻ നിനക്ക് തരത്തില്ല. കാരണം ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് അച്ഛനായതുകൊണ്ട് തന്നെ അച്ഛനെ അവകാശപ്പെട്ടാണ് എന്നൊക്കെ പറയും. എന്താണെന്നും അറിയില്ല. എന്തായാലും നമ്മുടെ ജയഭാരതി മുത്തശ്ശി നിഷേധിക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല പ്രിയങ്ക ഒരു വെറും കൈയോടെ തരില്ല എന്നൊക്കെ പറയുമ്പോൾ വെറും കൈയോടെ തിരിച്ചു പോകും എന്ന് തോന്നുന്നില്ല. അവൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്തായിരിക്കുമെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഏകദേശം ഒരു ധാരണയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ആരതി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇവരാരെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കുമായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ അറിയിച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്, ഒരു കേസ് വരുന്നുണ്ട്, എന്താ കേസ് എന്നൊക്കെ ഇവർക്കൊരു ചെറിയ ധാരണ കിട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പം എന്താ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് നാളെ നോക്കാം. ഓക്കെ, ബൈ ആൾ. അപ്പം നാളെ കാണാം. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.